ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഫ്രൈഡേയിലെ വ്ളോഗാണ് കാണിക്കുന്നത്. ഫ്രൈഡേയിലെയും തേഴ്സ്ഡേ നൈറ്റിലെയും കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വിളക്ക് വെക്കാൻ പറ്റി. അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ഭയങ്കര ഒരു മടിച്ചിയായിരുന്നു. രാവിലെ ഉറങ്ങി എണീക്കാൻ തന്നെ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നറിയോ. എത്രയും കൂടുതൽ ഉറങ്ങാൻ അത്രയും ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആ ഒരു ഞാൻ ഈ ഒരു നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പണികളുണ്ടല്ലോ. വിളക്കെത്തിക്കാൻ കുറച്ച് കൂടുതൽ നേരം വേണം. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ വിളക്കെല്ലാം കഴുകി അതിൽ കുങ്കുമവും ചന്ദനവും ഒക്കെ വെക്കാനാണ് പോകുന്നത്. അലങ്കരിക്കാന്ന് പറയും. ഇത് തൃശ്ശൂർ ഭാഗത്തൊന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസിലും ഞാൻ കണ്ടു. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഐശ്വര്യം തോന്നിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ചന്ദനവും കുങ്കുമവും ഒക്കെ വിളക്കിലും നമ്മുടെ ലക്ഷ്മി വിളക്കിലൊക്കെ വെക്കുന്നത് ഇത്രയും കൂടി ഒരു ഐശ്വര്യമുള്ള പോലെ തോന്നി. അപ്പം ഞാനും അത് ഫോളോ ചെയ്യാണ് കേട്ടോ. അങ്ങനെ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ മോർണിംഗിൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേ മോർണിംഗിൽ അല്ലെങ്കിൽ രാവിലെ ഇതൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ വിളക്ക് വെക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് തലേ ദിവസം ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരുന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഒന്ന് ബ്രേക്കായി. എനിക്ക് വെക്കാൻ തോന്നാറില്ല. എന്താ പറയുക, എനിക്ക് എണിക്കണം എന്നുണ്ട്, എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തോ ഒക്കെ ആയിട്ടോ. അപ്പോൾ എനിക്ക് ആക്കണമില്ലാത്ത വിഷമമായി. വീണ്ടും ഞാനൊരു 1 വീക്ക് എടുത്തു ഈ ഒരു റൂട്ടീൻ വീണ്ടും തുടങ്ങാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അത്ഭുതം എൻ്റെ ലൈഫിൽ കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നല്ലത്. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സെൽഫ് റെസ്പെക്റ്റിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മളെ പരിഗണിക്കാത്ത ആൾക്കാരെ, നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരെ, നമ്മളുടെ മനസ്സിൽ എന്താ പറയുക, അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ മാറി എൻ്റേതായ ഒരു ലോകത്തിലേക്ക് ഞാൻ വന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. ഞാൻ ഒരു 4:15 എണീറ്റത്. അപ്പോൾ എന്നിട്ട് പുറത്തേക്കൊക്കെ വന്ന് നമ്മുടെ മൊബൈലൊക്കെ എടുത്തപ്പോഴത്തേക്ക് 4:20 എന്നിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി നോക്കിയപ്പം ഫുൾ ഇരുട്ടാണ്, നല്ല നിശബ്ദത, ഒരു തണുത്ത മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിച്ച് താഴെ ഇറങ്ങി. എന്നിട്ട് പൂക്കളൊക്കെ വെക്കാൻ, അതായത് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൂ ഉള്ളപ്പം എന്തായാലും ഉള്ളപ്പോൾ ഓണം പോലെ, ഇല്ലാത്തപ്പം അതുപോലെ. അപ്പോൾ എന്താ പറയുക, പൂവൊക്കെ വെച്ച് അലങ്കരിച്ചു. അപ്പം ഞാൻ ഈ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് എല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഗണേശേട്ടൻ കുളിച്ച് റെഡിയായിട്ട് വരും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് രാവിലെ വിളക്ക് വെക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ശരിയാക്കാണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിലാക്സേഷൻ, ഭയങ്കര ഒരു എന്താ പറയുക, എല്ലായിടത്തും സൈലൻറ്റും നമ്മൾ മാത്രം എന്താ പറയുക, ഈശ്വരനും നമ്മളും മാത്രമുള്ള ഒരു ടൈം പോലെ തോന്നും. ഈ നേരത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമുക്കായിട്ടുള്ളൊരു ടൈമായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൂവൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചു. ഇന്ന് ഞാൻ കത്തിച്ചത്, നമ്മുടെ ലക്ഷ്മി വിളക്കിൽ കത്തിച്ചത് നെയ് വിളക്കാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ലക്ഷ്മി വിളക്കിൽ നെയ് വിളക്കാണ് കത്തിച്ചത്. ബാക്കിയുള്ളതിൽ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഗണേശേട്ടൻ വന്നിട്ടാണ് വിളക്ക് കത്തിച്ചത്. അപ്പോൾ ഗണേശേട്ടൻ കത്തിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗണേശേട്ടൻ വന്നിട്ട് വിളക്ക് കത്തിച്ചു. ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും
നാമം ചൊല്ലും കേട്ടോ. ആദ്യം ഗണേശേട്ടൻ നാമം ചൊല്ലും. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ നാമം ചൊല്ലുക. അങ്ങനെ ഒരു 6 മണിക്ക് ശേഷമാണ് എൻ്റെ പണികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് മക്കളെ സ്കൂളിൽ വിടണമല്ലോ, ആ ഒരു പണികൾ എൻ്റെ ഒരു 6 മണിക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ദശാങ്കമാണ് കേട്ടോ. ദശാങ്കം ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട്, അനിയൻ പൂജയ്ക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിക്കുമ്പോൾ അത് ഇങ്ങനെ കോണൊന്നും അതിലുണ്ടായിരുന്നില്ല. അത് നമ്മൾ ചകിരിയുടെ നാരുണ്ടല്ലോ, അതിലാണ് നമ്മൾ ഇട്ട് പുകയ്ക്കാറ് കേട്ടോ. ഇതിപ്പോൾ കോണുള്ളതുകൊണ്ട് ഇത്തിരി ഈസിയായി. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ ദീപം കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ അടിയിൽ മറ്റേ തളിക വെച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തു കേട്ടോ. അപ്പോൾ അതൊരു മനസ്സിനൊരു വിഷമം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഒന്നും ഉണ്ടാവില്ല, നമുക്കറിയാതെ പറ്റിയതല്ലേ എന്നുള്ള ഒരിതിൽ അങ്ങനെയൊന്നും നമ്മൾ എന്താ പറയുക ഒരു കുഴപ്പം ഉണ്ടാക്കി ഒന്നും വരത്തില്ല എന്നുള്ളൊരു, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ ഇവർക്ക് ഞാൻ സോയയും ഫ്രൈഡ് റൈസുമാണ് കൊടുക്കുക സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിട്ടത്. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ വറുത്തു കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ഇന്നലെ തലേ ദിവസം അമ്മേനെ പിക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. ചിലർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല. അമ്മേനെ പിക്ക് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അമ്മ ഒരു വർഷം ആവണു വന്നിട്ട്. എപ്പോഴൊന്നും വരാറില്ല. എന്നുവെച്ചാൽ അമ്മയ്ക്ക് ജോലിയുണ്ട്, പിന്നെ വയ്യ. അതുകൊണ്ട് അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വരാൻ ബുദ്ധിമുട്ട്. എന്നാലും അമ്മ നമ്മളെ അടുത്തേക്ക് വന്നു. ജോലിയുള്ള കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ജോലിയാണ്. അപ്പോൾ അമ്മ എനിക്കൊരു വിളക്ക് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വിളക്ക് നല്ല രസമുണ്ട്, ഈ ഒരു വിളക്ക് കൊണ്ട് തന്നു. പിന്നെ അത് വീട്ടിലുണ്ടായ എന്തോ ചുണ്ടയ്ക്കയോ ഇതൊക്കെ ചുണ്ടയ്ക്ക ഇതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കുറച്ചേ ഉള്ളൂ, അമ്മ പറയുന്നുണ്ട് കുറച്ചേ ഉള്ളൂ, കുറച്ചും കൂടെ കൊണ്ടുവരായിരുന്നു, അത് കൊണ്ടുവരായിരുന്നു, ഇത് കൊണ്ടുവരായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് വരേണ്ട, ട്രെയിനിൽ ലഗേജ് ആകുമ്പോൾ പാടാണ്, അത് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ കുറച്ച് കൂർക്ക, പിന്നെ അത് ഒരു പോലെ പഴവും കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ, കട്ടൻ ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ അമ്മ കട്ടൻ ചായ കുടിക്കുകയാണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ഫ്രൈഡേ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.